ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഖദീജ മുംതാസാണ്. നമുക്കറിയാം, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ഖദീജ മുംതാസ് ഇന്ന് കേരള ഇൻസൈറ്റിലെത്തിയത് ഒരു പ്രത്യേക പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. സ്നേഹം, സന്തോഷത്തോടെ സ്വാഗതം. സന്തോഷം. കേരള പെരുമ മൈത്രി മഹോത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി, സാംസ്കാരിക പരിപാടി തിരുനാവായയിൽ വെച്ച് നടക്കാൻ പോകും. അതിൻ്റെ മുഖ്യ സംഘാടകയും കൂടിയാണ് ഡോക്ടർ. എങ്ങനെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നൊരു തോന്നലിലേക്ക് എത്തുന്നത്? ആദ്യം തന്നെ പറയാം, മുഖ്യ സംഘാടകയൊന്നുമല്ല. ഞങ്ങൾ വേക്കപ്പ് കേരളം എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട്. എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, കലാകാരന്മാരെല്ലാം കൂടി ഒന്നിച്ചുള്ള സച്ചിദാനന്ദ മാഷ് ചെയർപേഴ്സണായിട്ടുള്ള വേക്കപ്പ് കേരളം എന്നുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഫോം ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് സാംസ്കാരിക പരിപാടികൾ, പിന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ പൊന്തി വന്നൊരാശയമാണ്, കുംഭമേള നടന്ന ഒരു സ്ഥലമാണ് തിരുനാവായ. അവിടെ നമുക്കൊരു ദിവസം ഒരു സാംസ്കാരിക പരിപാടി, ഇതല്ല കേരളം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി നടത്തണം എന്നുള്ളൊരു ആശയം പൊങ്ങി വന്നിരുന്നു. അത് വളരെ ആവേശത്തോടുകൂടി എല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത് എപ്പോൾ നടത്തണം എന്നുള്ളൊരു സന്ദേഹത്തിലായിരുന്നു നമ്മൾ. ആ സമയത്താണ് എനിക്കൊന്ന് സച്ചി മാഷ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടു അത്തരത്തിലുള്ള. അപ്പോൾ അത് കണ്ടിട്ടാണ് മലപ്പുറം കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടന, അതേപോലെ തന്നെ MN വിജയൻ സാംസ്കാരിക വേദിയുടെ, വാസ്തവത്തിൽ KS ഹരിഹരനാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ വിളിക്കുന്നു, ഒന്നിച്ച് ചെയ്താൽ എന്താ, ഞങ്ങളേതായാലും അതിൻ്റെ ഒരു 10 ദിവസത്തെ പരിപാടി ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരു ദിവസം വേണമെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ സഹകരിക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റെ നേച്ചറൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്നിച്ചൊരു ഗൂഗിൾ മീറ്റ് കൂടുന്നു. ഗൂഗിൾ മീറ്റ് കൂടിയ സമയത്താണ് ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായത്. 10 ദിവസത്തെ പരിപാടിക്കുള്ള അത് വളരെ സിമ്പിളായിട്ടല്ല. എല്ലാ ഇപ്പോൾ തിരുനാവായയിലെ മാത്രമല്ല, കേരളത്തിലെ തന്നെ എല്ലാ തരത്തിലുള്ള കലകളെയും സംസ്കാരത്തെയും ചരിത്രത്തെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, അത് എല്ലാ വിഭാഗത്തിൻ്റെയും, ഹൈന്ദവ സംസ്കാരത്തിലുള്ളതും അതിൽ തന്നെ കീഴാള വിഭാഗത്തിൻ്റെ ആയാലും മുസ്ലിം മാപ്പിള കലകളായാലും ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രോഗ്രാമാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളൊരു ഇതിലേക്ക് ഞങ്ങൾ എത്തുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ ഒരു ബഹുമുഖ അല്ലെങ്കിൽ പലതരത്തിലുള്ളൊരു സംസ്കൃതിയുടെ പ്രദേശമാണ് കേരളം. തിരുനാവായ മാത്രമല്ല കേരളം, വാസ്തവത്തിൽ ഇന്ത്യയും അങ്ങനെ തന്നെ ആണല്ലോ. അപ്പം എന്തിനാണ് നമ്മൾ വടക്കേ ഇന്ത്യയിലെ ഒരു സംസ്കാരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കേണ്ട ഒരാവശ്യം ഇല്ലല്ലോ. അതിൻ്റെ പുറകിലുള്ള താല്പര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാസ്തവത്തിൽ ഒരു പ്രദേശത്തിൻ്റെ മനുഷ്യരുടെ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രം, അത് പൂർണ്ണമായിട്ട് എല്ലാ ആളുകൾക്കും അറിയണമെന്നില്ല. പക്ഷെ ചരിത്രം നമ്മളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, മിത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്, നാടൻ പാട്ടുകൾ, വാമൊഴി പാട്ടുകൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവന ഉപാധികൾ, കർഷക അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കും, ഇതിൻ്റെയൊക്കെ കൂടി ഒരു മിക്സ്ചറാണല്ലോ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരം. അതിലൂടെയാണല്ലോ ഒരു വ്യക്തി ജനിതകമായിട്ട് വ്യത്യസ്തരായിരിക്കാം. അങ്ങനെ ആകുമ്പോൾ പോലും തീർച്ചയായിട്ടും ആ സംസ്കൃതി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിനൊരു തനിമയുണ്ട്. അത് ഇന്ത്യയിലെമ്പാടും പലതരത്തിലുണ്ട്. അതാണ് ഇന്ത്യയുടെ ഒരു സൗന്ദര്യം. എല്ലാ ദാരിദ്ര്യത്തിൻ്റെ, എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഒരു സാംസ്കാരിക വൈവിധ്യമാണ്. ഈ ഒരു പ്രദേശത്ത് തന്നെയുള്ള സാംസ്കാരിക വൈവിധ്യം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ജാതി, മതസ്ഥർ, അവർ കാലങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള ആദാനപ്രദാനങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഇതെല്ലാം കൂടിയാണല്ലോ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം അതിനെ വാസ്തവത്തിൽ ഇപ്പം നമുക്കൊരു ആഘോഷം, നോർത്ത് ഇന്ത്യയിലൊരു ആഘോഷം, നമ്മൾ ഹോളി നമ്മൾ ഇവിടെയും ഒരു രസത്തിന് ആചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഘോഷിക്കുന്നുണ്ട്. അതെ, എന്ത് തരം ആഘോഷങ്ങളായാലും തെറ്റൊന്നുമില്ല. എന്നുവെച്ചാൽ പലരും നോർത്തിൽ പോകുന്നു, അവിടെ താമസിക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നതിലും പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു അനുഷ്ഠാനങ്ങളോട് കൂടിയ വലിയ ഒരു
കുംഭമേള എന്ന് പറയുമ്പോൾ 12 വർഷത്തിലൊരിക്കലൊക്കെ ഈ ഗംഗയുടെ തീരത്ത് നടക്കുന്ന, പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന, അതിൻ്റെ പിറകിലൊരു മിത്ത് വേറെ ഉണ്ട് അല്ലേ? ഒരു സവർണ മിത്ത് എന്ന് തന്നെ പറയാവുന്ന ഒരു മിത്ത് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കില്ല. നമുക്ക് വേണേൽ പോവാം, അവിടെയുള്ള ആളുകൾക്ക് അവിടെ തീർത്ഥാടനത്തിന് പോകാം, ഗംഗയെ കാണാം, ഇതിൽ പങ്കുകൊള്ളാം. അങ്ങനെയാണല്ലോ, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായൊരു നിള എന്ന് പറയുമ്പോൾ നമ്മുടെ സാഹിത്യത്തിലും അല്ലേ, അതിലൊക്കെ വരുന്ന ഒരു നിളയുടെ ഒരു ഇത് വേറെയാണ്. അവിടേക്ക് കൊണ്ടുവന്ന് പറിച്ചു നടേണ്ട ആവശ്യമുണ്ടോ? മാത്രല്ല അത്തരം ഒരു കുംഭമേള താങ്ങാനുള്ള ശേഷിയൊന്നും ഈ കേരളത്തിനില്ല, ഈ നിളക്കില്ല, ഈ മണ്ണിനില്ല, ഈ സംസ്കാരത്തിനുമില്ല. അതാണ് നമ്മുടെ നിള വേറെയാണ്, നമ്മുടെ ഭൂമി വേറെയാണ്, നമ്മുടെ കൾച്ചർ വേറെയാണ്. അവിടെ എന്തിനാണ് അങ്ങനെ കൊണ്ട് സ്ഥാപിക്കേണ്ട ആവശ്യം? അവിടെ പോകേണ്ടവർക്ക് അവിടെ പോകാം, അതിലൊന്നും ഒരു തെറ്റില്ല. അതും ഒരു പലതരത്തിലുള്ള മതവൈവിധ്യങ്ങളുടെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ നിള അല്ലെങ്കിൽ തന്നെ വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്നു. അപ്പം അതിൻ്റെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം അവിടെയുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിലൂടെ ആഗ്രഹിക്കുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു അധിനിവേശം കൂടി അവിടെ ഉണ്ടല്ലോ. ഇത് പലതരത്തിൽ കേരളത്തിന്റെ പല ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സാംസ്കാരിക അധിനിവേശത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണോ ശരിക്കും? അതെ, ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ എടുക്കുന്നത്. ഇതല്ല നമ്മുടെ സംസ്കാരം. ഇത് ഒരു വൈവിധ്യത്തിൻ്റെ, കേരളത്തിൻ്റെതായ ഒരു സംസ്കാരം അവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറയുക എന്നുള്ളത് ഒരു പ്രതിരോധം തന്നെയാണ്. എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട പരിപാടികൾ? അതായത് പലതും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കലാപരിപാടികൾ, സംസ്കാരം, എന്തൊക്കെയാണ് ശരിക്കും അതിലിപ്പോൾ ഉദ്ഘാടന സെഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞരളത്ത് ഹരിഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ വാദ്യോപകരണം ഉപയോഗിച്ച് തന്നെ ഒരു കലാപരിപാടികളുടെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. സച്ചിദാനന്ദ മാഷായിരിക്കും ഉദ്ഘാടകൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാഷ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എഴുത്തുകാരി കൂടിയുണ്ട്. ആ രീതിയിൽ ആ ഉദ്ഘാടന സെഷൻ മാത്രമാണ് ആദ്യത്തെ ദിവസം വരുന്നത്. ഉദ്ഘാടന ദിവസം ഇതുണ്ട്, നമ്മുടെ OV വിജയൻ്റെ ഒരു കഥയുടെ, കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയുടെ ഒരു നാടകാവിഷ്കാരം കൂടി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് ചരിത്രത്തിൻ്റെ സെഷനുകളാണ്. ചരിത്രം ശരിക്കും അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ പുതിയ കാലത്ത്. ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ശരിക്കുള്ളൊരു ചരിത്രം അറിയാം. തിരുനാവായയുടെ ചരിത്രം തന്നെ ധാരാളമായിട്ടുണ്ട്. അത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. അതുകൂടാതെ തിരുനാവായയ്ക്ക് പ്രത്യേകമായിട്ടുള്ള മാമാങ്കത്തിൻ്റെ ഒക്കെ ഒരു ചരിത്രം അവിടെ ഉണ്ട്. അപ്പോൾ ചരിത്ര സെഷനുകൾ ഉണ്ട്. അതാണ് സെക്കൻഡ് ഡേയിലെ പ്രധാനമായിട്ടുള്ള ഒരാകർഷണമായിട്ട് വരുന്നത്. ചരിത്രം പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ ഒരു ഇതേപോലെ തന്നെ ഒരു പ്രാചീന ചരിത്രമുള്ളൊരു പ്രദേശമാണല്ലോ കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പിക്ചർ കൂടി ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സംഘകാലം മുതലുള്ള ചരിത്രം വരുന്നുണ്ട്. അതിനുശേഷമുള്ള ഈ ഒരു പുതിയ കാലത്ത് രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഈ തിരുനാവായയും കൊടുങ്ങല്ലൂരും എന്നുള്ള നില. ചേരമാൻ പള്ളിയൊക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ ശരിക്കും കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാലോ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെക്കാൾ കൂടുതലായിട്ട് അന്യരാജ്യങ്ങളുമായിട്ട് സഹസ്രാബ്ദങ്ങൾ, ഒരു 2 സഹസ്രാബ്ദം മുമ്പ് മുതൽ ബന്ധമുള്ളൊരു പ്രദേശം ആണല്ലോ. റോം വരെ ഉണ്ട് എന്നല്ലേ പറയുന്നത്. റോമിൽ അറേബ്യൻ പെനിൻസുലയായിട്ടും ഒക്കെ ഉള്ള ബന്ധം, അതിലൂടെ ഉണ്ടാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ, കച്ചവടം, സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അതൊക്കെ അവിടെ സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭാഷയും നമ്മുടെ കലകളും അല്ലേ, നമ്മുടെ ഭക്ഷണ രീതിയും ആർട്ടുകളും ഇതെല്ലാം സങ്കരമാണ്. മറ്റു രാജ്യങ്ങളുമായിട്ട് പോലും ബന്ധമുള്ള ഒരു പ്രദേശമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ചരിത്രം ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു സംഘകാലത്തുള്ള ബുദ്ധ ജൈന കാലം, അതിനേക്കാളും മുമ്പുള്ള ഇവിടുത്തെ ആദിമ മനുഷ്യർ, ആ ആദിമ മനുഷ്യരാണ് വാസ്തവത്തിൽ റോമുമായിട്ടൊക്കെ
കച്ചവടം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ പറയാറുള്ളത് ഈ ബ്രാഹ്മണിസം വന്നതിന് ശേഷമാണ് ഇവിടെ കൃഷി തുടങ്ങിയത്, ഇവിടെ സംസ്കാരം ഉണ്ടായത്. അതിനു മുമ്പുണ്ടായിരുന്നവരൊക്കെ ഇവിടെ പെറുക്കിത്തീനികളായിരുന്നു എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രാചീന കാലത്ത് റോമുമായിട്ടുള്ള ബന്ധം, റോമിൻ്റെ രേഖകളിൽ, അതായത് നമ്മുടെ 2000-ന് മുമ്പുള്ള കഥയാണ്, അവരുടെ രേഖകളിൽ അവിടുത്തെ ഖജനാവ് മുടിഞ്ഞു പോകും ഇങ്ങനെയാണെങ്കിൽ, അതായത് മലബാറിലെ കുരുമുളകിൻ്റെ കൊണ്ടുള്ള ആർത്തി അവസാനിപ്പിച്ചില്ലെങ്കിൽ അവിടെ ഖജനാവ് ഇതാരാണ് ഈ കച്ചവടം ചെയ്തിരുന്നത്? വെറും പെറുക്കിത്തീനികൾ കച്ചവടം ചെയ്യില്ലല്ലോ, ഏതായാലും അവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകില്ലാതെ കച്ചവടം ചെയ്യില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ആ ഒരു ചരിത്രം. പിന്നെ ചേരമാൻ പെരുമാക്കന്മാർ അതിന് ശേഷമുള്ള ചേരരാജ വംശത്തിൻ്റെ, അപ്പോൾ നമ്മൾ മറ്റേ ചിലപ്പതികാരത്തിൻ്റെ ആ ഒരു കലകളുടെയും ഒക്കെ സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം അവിടെയുണ്ട്. ചേരമാൻ പെരുമാൾ മക്കയിൽ പോകുന്ന ഇത് നമ്മൾ കേൾക്കുന്നു. ആദ്യത്തെ പള്ളി അവിടെ ഉണ്ടാവുന്നു. പിന്നെ അതിന് ശേഷം ആണല്ലോ ഈ ബ്രാഹ്മണിസം വരുന്നു ഇവിടെ. അതിനുശേഷം ഉണ്ടായിരുന്ന കീഴാള സംസ്കൃതി, അതും വലിയൊരു പ്രതിരോധം ഉണ്ടല്ലോ. നമ്മുടെ തെയ്യം, തോറ്റംപാട്ടുകൾ, അതിലൊക്കെ വരുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ഒരു സംസ്കാരം അവിടെയുണ്ട്. പുതിയ കാലത്ത് നമ്മൾ കാണുന്ന ഈ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു അധിനിവേശത്തിൻ്റെ ഇന്നെല്ലാമാണല്ലോ നമ്മുടെ നവോത്ഥാനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചരിത്രത്തിൽ നിന്നൊക്കെ, ബുദ്ധ സംസ്കാരത്തിൽ നിന്ന് ഉൾപ്പെടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവായാലും നമ്മുടെ നവോത്ഥാന നായകരൊക്കെ അങ്ങനെയാണല്ലോ. അതിലൂടെയാണ് നമ്മുടെ നവോത്ഥാനം പോലും ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ജാതിയൊക്കെ പോയി എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സമയത്താണ് ഇപ്പം എല്ലാം തിരിച്ചു വരുന്നു. മതവിഭാഗീയതയും തിരിച്ചു വരുന്നു, ജാതിയും തിരിച്ചു വരുന്നു. ജാതി പക്ഷേ നിലനിൽക്കുന്നു എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യം. ശരിക്കും ജാതി തിരിച്ചു വരുന്നത് പലപ്പോഴും അത് അറിയാതെ പോകുന്നുണ്ട്. ഇപ്പം മതം ഒരു ന്യൂനപക്ഷങ്ങളോടുള്ള അതുകൊണ്ട് അറിയുന്നുണ്ട്. പക്ഷേ ഹിന്ദു ഒന്നാണ് എന്ന് പറയുമ്പോൾ ആ ഹിന്ദുവിൻ്റെ അകത്തുള്ള ജാതീയത അത് ഇപ്പോൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അവരൊരു ടൂളുകളാവുന്നുണ്ട് എന്നുള്ളത്. നിതിൻ രാജിനെ പോലെ ഒരു കുട്ടി മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മലയാള ലിപി ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ വളരെ നന്നായിട്ട് കഥയും കവിതയും നോവലും ഒക്കെ എഴുതി നിന്നിരുന്ന ഒരു ഭാഷ, ഒരു ലിപി പോലും ഉണ്ടായിരുന്ന അറബി മലയാളം. മലയാളത്തിന് ലിപി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത്രയും നല്ലൊരു കൾച്ചർ ഇവിടെ നിലനിന്നു. ഇപ്പം അത് വീണ്ടെടുക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് സാഹിത്യമാണ് ഉണ്ടായിട്ടുള്ളത് അറബി മലയാളത്തിൽ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മാത്രമല്ല, ധാരാളം സ്ത്രീകൾ എഴുതും, കഥയും കവിതയൊക്കെ എഴുതിയിരുന്ന സ്ത്രീ. അപ്പൊ ഒരു വേറെ മലബാറിന്റെ കൾച്ചർ എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിന്റെ മറ്റു കൾച്ചറിൽ നിന്നും വ്യത്യാസപ്പെട്ടത്. അതുമല്ല, അവിടെ ഒരു പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധത്തിന്റെ ഒരു ഊർജം കൂടി ഉണ്ടല്ലോ ഈ പടപ്പാട്ടുകളിലൊക്കെ. ഒരു പോർച്ചുഗീസുകാർക്കെതിരായിട്ടും മാപ്പിളമാരെങ്ങനെയാണ് ഈ നിന്നിരുന്നത് എന്നുള്ളത് ഞാലിമരക്കാരുടെയും അതെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണോ ഈ 10 ദിവസം നമുക്ക് ശരിക്കും? അതെ. മാമാങ്കത്തിന്റെ തന്നെ അവർ പറയുന്നുണ്ടല്ലോ, അവർ മാമാങ്കവും കുംഭമേളയും കൂടി ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കണ്ട സമയത്ത് ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും പടയോട്ടത്തിന് ശേഷമാണ് മാമാങ്കം നിന്നുപോയത്. ഇത്രയും വലിയൊരു സംസ്കാരം നിന്നുപോയത്. പിന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. വാസ്തവത്തിൽ അതൊന്നും സത്യമല്ല. പിന്നെ എല്ലാ അധിനിവേശക്കാരും ചിലപ്പോൾ കുറച്ചൊക്കെ ഡിസ്ട്രക്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ അമ്പലങ്ങളിൽ സ്വത്തുള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പല ക്ഷേത്രങ്ങളും പുനരുദ്ധരിച്ചത് പോലും ടിപ്പുവാണ്. ടിപ്പു ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ എത്രയോ ഉണ്ട്. പക്ഷെ ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി അദാനിയുടെ മകൻ ഇവിടെ വന്നിട്ട് പറയുകയാണ് ആ ക്ഷേത്രങ്ങൾ മുഴുവൻ ഞങ്ങൾ പുനരുദ്ധരിക്കുന്നത്. അതേപോലെ തന്നെ മാമാങ്കം നിന്നുപോയത് ടിപ്പുവും ഹൈദരും. എന്താണ് മാമാങ്കം എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, വളരെ പിന്തിരിപ്പനായിട്ടൊരു സാധനമായിരുന്നില്ല മാമാങ്കത്തിലെ അതായത് മനുഷ്യർ വെറുതെ ചാവേറുകളായിട്ട് വെട്ടിമരിക്കുക അല്ലേ. വള്ളുവ കോനാതിരിയുടെ
പടയാളികൾ സാമൂതിരിക്കെതിരായിട്ട് എങ്ങനെയാലും മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വെട്ടുകൊണ്ട് മരിക്കുന്ന ഒരു ഇത് അതിനോട് ശരിക്കും അനാവശ്യമായിട്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു 2 രാജാക്കന്മാരുടെ അധികാരം കാണിക്കാൻ വേണ്ടി മാത്രം മനുഷ്യര് പരസ്പരം വെട്ടിക്കൊല്ലുക എന്നുള്ളൊരു ചാവേറുകളായി വരുന്നു. അപ്പൊ ആ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാല് നമ്മൾ തിരിച്ചു പോകുന്നു. അതും കൂടിയുണ്ട്. അതാണ് ഈ ദിവസം. ഇപ്പൊ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിന്റെ അവിടെയാണ് ചാവേർത്തറ. അപ്പൊ മുമ്പ് ചാവേർത്തറയൊക്കെ ഞാൻ അവിടെയാണ് എന്റെ വീട്. അപ്പൊ അവിടെയാണ് ചാവേർത്തറ. അപ്പൊ അവിടെയുള്ള ചാവേർത്തറ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇതായിട്ട് ഇങ്ങനെ കടന്നിരുന്നു അവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ചാവേർത്തരൊക്കെ വലിയ വലിയ അതൊരു പിന്നെ എന്താ പറയാ, ഇപ്പൊ ഒരു അഭിമാന ഇതുപോലെ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ തിരിച്ചു പോക്കാണ് വാസ്തവത്തിൽ. അതെ, അതാണല്ലോ അതിന്റെ ജീർണതകളിലേക്കുള്ള തിരിച്ചുപോക്ക്. വാസ്തവത്തിൽ നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളിലും നല്ല എലമെന്റുകളുണ്ട്. ആ എലമെന്റുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ നവോത്ഥാനമൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ബുദ്ധ എന്റെയും ഒക്കെ അതിലൂടെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ അതിന്റെ ജീർണതകളിലേക്കാണ് ഇവിടെ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമില് ഒരുപക്ഷെ ഡോക്ടറെ ഏറ്റവും കൂടുതൽ ഇതിൽ സന്തോഷിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആഹ്ലാദം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ നടക്കാൻ പോകുന്ന ദിവസം 10 ദിവസങ്ങളിലെ ഒരു പ്രോഗ്രാം. അതിൽ സ്ത്രീകളുടെ ഒരു സെഷൻ, 2 സെഷൻ ഉണ്ട് സ്ത്രീകളുടെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ള. ഈ സാഹിത്യ വിഭാഗത്തിലാണ് എനിക്ക് കൂടുതലായിട്ട് ആളുകളെ ഉണ്ടാക്കാനും, കവി സമ്മേളനവും കഥ അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലെ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട്. അതിപ്പോൾ ഒരു തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു അവരുടെ കുറച്ച് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഞാനും അതിൽ അംഗം കൂടിയാണ്. അപ്പോൾ അവിടെ ഈ രാഷ്ട്രീയത്തിൽ പ്രാവശ്യം നിന്നിട്ടുള്ള സ്ത്രീകൾ, ജയിച്ചവരും തോറ്റവരും, അവർ ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിലൊരാളെ ഞാൻ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് പേര് ഞാൻ പറയണില്ല, പേര് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അഡ്വക്കേറ്റ് വസന്തം പറഞ്ഞു, ഞാൻ വരും ഡോക്ടറെ, ഞാൻ വരും, എനിക്ക് കുറേ പറയാനുണ്ട്. ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ട്. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞ സ്ത്രീക്ക് സ്വന്തം ഒരു വ്യക്തിത്വം ഇല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഞാൻ വളരെ അതാണ് എത്രയോ കാലമായിട്ട് ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അവരൊരു വർഷം നിന്ന സമയം ശരിയായിട്ടില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അതുണ്ട്. അപ്പോൾ അതുപോലെ അവരെ ജയിക്കുന്ന ഒരു സ്ഥലത്ത് നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അതും ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. അത് ഇവരുടെ കാര്യത്തിൽ ഞാൻ പറയില്ല. സ്ത്രീകളെ നിർത്തുമ്പോൾ പലപ്പോഴും അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഏറ്റവും മോശം ഇത് കൊടുക്കുക. പിന്നെ അവരോടുള്ള മനോഭാവം എന്താണ്, ജയിച്ചു വന്നാലും എന്താണ്, അല്ലേ? ഇപ്പം അതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് അധികം പോകണ്ട. അപ്പം ഏതായാലും 4-5 പേരുണ്ട്, നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സർക്കാർ ഫോം ചെയ്യുകയാണെങ്കിൽ അവർക്കിനി വരാണ്ടാവുമോ ജയിച്ചവർക്ക് എന്നുള്ളൊരു സംശയം മാത്രമല്ല. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സെഷനായിട്ട് അത് മാറേണ്ടതാണ്. കാരണം തീർച്ചയായിട്ടും ഇഷ്ടംപോലെ സമയവും കൊടുത്തിട്ട് ഇവരെല്ലാവർക്കും സംസാരിക്കുക, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ ഇവർക്കൊക്കെ സംസാരിക്കാവുന്ന ഒരു സെഷൻ. അതുപോലെ ഫാത്തിമ ദഹ്ലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആവേശമാണ് ഇപ്പൊ. തീർച്ചയായിട്ടും. പിന്നെ വിദ്യാബാലകൃഷ്ണനുണ്ട്. അവരെല്ലാവരും ഉണ്ട്. അതിൽ ഞാൻ ആ സെഷനിലുള്ള ആൾക്കാരുടെ പേര് കണ്ടു. അവരൊക്കെ വളരെ വലിയ സന്തോഷമാണ്. എനിക്ക് ശരിക്കും ഏറ്റവും ആകർഷകമാകേണ്ട സെഷനാണ്. പക്ഷേ ഈ ഒരു പേടിയാണ് എനിക്കുള്ളത്. അല്ലേ, അത് എനിക്ക് സന്തോഷമായി. കാരണം അതുപോലെ മാത്രമല്ല, ഇപ്പൊ സി കെ ജാനുവിനെ പോലത്തെ ഒരു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതവും അവരുടെ ഒരു സാഹിത്യവും മീൻസ് ആവിഷ്കാരങ്ങളും ആണ് അതിലുള്ളത്. അതിൽ സി കെ ജാനുവിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ബിന്ദു വൈലാശ്ശേരിയിലുണ്ട്, നിലമ്പൂർ സമരം. പിന്നെ കുറച്ച് അശോകൻ മറയൂര്, പിന്നെ വിജില ചെറപ്പാട് എഴുത്തുകാർ. അപ്പോൾ അതും നല്ലൊരു സെഷനായിരിക്കും. പിന്നെ ഉള്ളത് നമ്മൾ
ദളിത് സെഷൻ ആയിട്ട് ദളിത് വാസ്തവത്തിൽ ഇതിൽ ദളിതും ഉണ്ട്, ദളിത് എൻ്റെ ഉണ്ട് രണ്ടും ഉണ്ട്. അത് കൂടാതെ നമ്മുടെ മൃദുല വരുന്നുണ്ട്, മൃദുലാദേവി. അത് നമ്മുടെ സ്ത്രീകളുടെ വേറൊരു സെഷൻ ഉണ്ട്, സ്ത്രീകളുടെ പ്രവർത്തന മേഖല. അതില് മൃദുല സംസാരിക്കും. മൃദുല ശരിക്കും വാസ്തവത്തിൽ ഇതിലൊക്കെ നിതിൻ രാജന്റെ മരണത്തിന് അല്ലെങ്കിൽ തന്നെ ആക്റ്റീവാണ്. അവർ കലാകാരിയാണ്, കവിയാണ്. അപ്പോൾ അവർക്ക് സംസാരിക്കാനുണ്ട്. പിന്നെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ആശ, നജ്മ തബ്ഷിറ നമ്മുടെ അവളുണ്ട്. അപ്പോൾ ഈ 2 സെഷനും വളരെ നല്ലതാണ്. അപ്പോൾ സ്ത്രീകൾക്കും ഈ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന് അവർക്കും വളരെ സന്തോഷം ആയി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു. അപ്പം നമുക്ക് ഈ ഒരു 10 ദിവസം നടക്കുമ്പോൾ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയൊരു ടെൻഷൻ ഇല്ലാതെ. ഇപ്പം 2 ദിവസമൊക്കെ ആയാൽ നമുക്ക് എന്തുമാത്രം അതിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല, വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. ധാരാളം സ്ത്രീകളുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. സാറ ടീച്ചറെ പോലുള്ള ഒരാളുണ്ട്, അജീഷയെ പോലത്തെ ഒരാളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഗീത ടീച്ചറുണ്ട്, അംബികയുണ്ട്. ഞാനല്ല, പക്ഷെ അങ്ങനെ ഒരു സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം കൂടുതലായോന്നും കൂടി എനിക്ക് തോന്നി. അത്രയും ഷംസാദുണ്ട്. പിന്നെ അല്ല, ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സ്ത്രീകളെ മാത്രമായോ എന്നും കൂടി എനിക്കൊരു ചിലപ്പോൾ സംശയം തോന്നി. പിന്നെ നമ്മുടെ ഇദ്ദേഹം അംബുജാക്ഷന്റെ ഒരു നല്ല പ്രഭാഷണമുണ്ട്, സുനിൽ പിള്ളയുടെ ഉണ്ട്, KN ഉണ്ട്. അപ്പൊ അങ്ങനെ നാടകരംഗത്ത് ശ്രീജ അതെ. ഈ കൊടുങ്ങല്ലൂർ ചരിത്രം വളരെ ആകർഷകമാവുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ശരിക്കും കൊടുങ്ങല്ലൂരിനെ പറ്റി ആ രീതിയിൽ പഠിച്ചൊരു ഡോക്ടർ ദയാൽ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിനൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മനോജ് മാഷ്, അദ്ദേഹം ഇതിൽ വരുന്നുണ്ട്. ദയാലിന് പക്ഷെ വരാൻ പറ്റില്ല, വിവാഹമാണ് 24-ന്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. പക്ഷെ അത് നല്ലൊരു സെഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നല്. പിന്നെ വികസനത്തിൻ്റെ ഉണ്ട്, അതിൽ കുസുമൻ ജോസഫൊക്കെ ഉണ്ടല്ലോ. പിന്നെ KN ഒക്കെ പങ്കെടുക്കുന്ന ഒരു സെഷൻ ഉണ്ട്, ഈ അന്യവൽക്കരണത്തിൻ്റെ. ബാബുരാജ്. അതെ. പിന്നെ ഐസക്ക് ഇപ്പം മണിപ്പൂരിലൊരു കഥ എഴുതിയിട്ടുണ്ട്. ഐസക്ക് വാസ്തവത്തിൽ ഈ വിഷയം നന്നായി സംസാരിക്കുന്ന ആളാണ്. മണിപ്പൂരിലെ ഈ ക്രിസ്ത്യൻ ആയതുകൊണ്ട് മാത്രം കൊല്ലപ്പെടുന്ന ഒരു കുടുംബം, അതിൻ്റെ ഒരു ഡ്രൈവറുടെ കഥ വെച്ചിട്ട് ഒരു കഥയുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞൊരു സാഹിത്യം ഉണ്ടല്ലോ, അതൊരു നേർക്കാഴ്ചയായിരുന്നു അത്. അപ്പം ഐസക്കും സംസാരിക്കും. പിന്നെ കവി സമ്മേളനമുണ്ട്, വേറെ കവികളുടെ രാഷ്ട്രീയം, കവിതകളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് റഫീഖ് അഹമ്മദും അൻവർ അലി, ഗോപികൃഷ്ണൻ്റെ പ്രഭാഷണമുണ്ട്, ഗാന്ധിയും ഇന്ത്യയും. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട് നമുക്ക്. അംബേദ്കറെ പറ്റി ഇദ്ദേഹം സംസാരിക്കുന്നു, അംബുജാക്ഷൻ സംസാരിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു സമഗ്രമാവും. നമ്മൾ നല്ല രീതിയിൽ നടന്നാൽ നല്ല സമഗ്രമാവും. പിന്നെ എല്ലാ ദിവസവും 7 മണിക്ക് ശേഷം കലാപരിപാടികളുണ്ട്. ഈ പലതരത്തിലുള്ള നാടൻ കലകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഗീതം, സാധാരണ ആളുകൾക്ക് തിരുവാതിരക്കളി എല്ലാം ഉണ്ട്. ഇപ്പം ഫസ്റ്റ് ഡേ ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് ഡേ അതുപോലെ സമാപനം. അതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ 8 ദിവസവും 5 മണിക്ക് ഓരോ പ്രമുഖരായിട്ടുള്ള പ്രഭാഷകർ, ഒരാൾ മാത്രമല്ല 2 പേർ വീതമൊക്കെ ഒരു മെയിൻ പ്രഭാഷകനും കൂടെ മറ്റ് പ്രഭാഷകരും ഉണ്ട്. കേമനിൽ സംസാരിക്കുന്നുണ്ട്, ഗോപീകൃഷ്ണൻ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പകല് മുഴുവൻ സെമിനാറുകൾ, ചിലപ്പോൾ 2 സെഷനായിട്ടുണ്ടാവും. സുരേന്ദ്രൻ മലപ്പുറം കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട സാന്നിധ്യം ആണ്. പിന്നെ അവിടെ കുറേ കലാകാരന്മാർ ഉണ്ട്, ധാരാളം കലാകാരന്മാരുണ്ട്. പിന്നെ MN വിജയൻ, പിന്നെ എനിക്കൊന്ന് ബാനർ സാംസ്കാരിക സമിതി ഉണ്ട്. പിന്നെ നമ്മുടെ മേക്കപ്പ് കേരളവും ചേർന്നിട്ടാണ് നടത്തുന്നത്. കേരളം ഈ രീതിയിലുള്ള ഒരു പ്രതിരോധത്തെ, സാംസ്കാരിക പ്രതിരോധത്തെ തീർച്ചയായിട്ടും ഏറ്റെടുക്കും എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. എടുക്കണം എന്നാണ് അത്. പിന്നെ നെക്സ്റ്റ് ഇയറും എങ്ങനെയാണ് തുടർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതെ അടുത്ത വർഷം എല്ലാ വർഷവും നടത്തണം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ചും കൂടി ആലോചിച്ചിട്ട് അടുത്ത വർഷം കുറച്ചും കൂടി നന്നായിട്ട്
സമയമെടുത്ത് ആലോചിച്ച് സമയമെടുത്ത് ഇപ്പം നമ്മൾ ഈ മഴ വരുന്നത് കൊണ്ട് പെട്ടെന്ന് ഈ സമയത്ത് തന്നെ അങ്ങോട്ട് വെച്ചതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി സമയമെടുത്ത് നമ്മൾ പലരും ആ ചർച്ച പറഞ്ഞു ഇങ്ങനെ കുറച്ചും കൂടി അങ്ങ് വൈകിട്ട് പോരെ, പക്ഷെ നമുക്ക് മഴ തുടങ്ങിയാൽ പിന്നെ എപ്പോൾ നടത്താൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മൾ 2 എക്സിബിഷൻ വിചാരിച്ചിരുന്നു, പക്ഷെ അത് നടക്കും തോന്നില്ല. ഡോക്ടർ സന്തോഷ് കുമാർ വരുന്നുണ്ട്, ഗസയിൽ വർക്ക് ചെയ്ത ചിത്രകാരന്മാർ ഇന്ന് തന്നെ വരച്ചു തുടങ്ങി. ഇന്ന് തന്നെ വരച്ചു തുടങ്ങി. നാളെ അത് പ്രദർശിപ്പിക്കും. നാളെ ഉച്ചയോടുകൂടി അത് കംപ്ലീറ്റ് ആവും. ഈ ചിത്രം വരച്ച കലാകാരന്മാർക്കൊക്കെ നാളത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ അവരൊന്ന് ആദരിക്കുന്നു ഉണ്ട്. ഈ രീതിയിലൊക്കെയാണ് ഉള്ളത്. എന്തായാലും വലിയ സന്തോഷം. പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ. കേരളത്തിന്റെ ഒരു സാംസ്കാരിക തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു എന്താ പറയാ, ഇതൊരു അതെ തുടർന്ന് പോവട്ടെ, കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എന്തായാലും സന്തോഷം. അധികം